ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ ആദ്യമേ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, പക്ഷേ അതിഗൗരവമായ ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടാനും അതിഗൗരവമായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. തിരുസഭ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ദൈവജനത്തിന് ഭീഷണി നേരിടേണ്ടി വന്നപ്പോൾ, സഭ ഭയാനകമായ ചില പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവജനം എന്താണ് ചെയ്തത്? കൂടിയാലോചനകളോ മീറ്റിങ്ങുകളോ സഹായം തേടി മനുഷ്യരെ സമീപിക്കുകയോ ഉപായങ്ങളും വഴികളും മാർഗങ്ങളും ആലോചിക്കുകയോ ചെയ്യുന്നതിനെല്ലാം മുൻപ് അപ്പസ്തോലിക സഭ പരീക്ഷണഘട്ടത്തിൻ്റെ നടുവിൽ ചെയ്തത് അവർ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ജനതകൾ ഇളകി മറിയുന്നത് എന്തിന്? ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നത് എന്തിന്? അങ്ങേക്കും അവിടുത്തെ പുത്രനും അവിടുത്തെ മക്കൾക്കുമെതിരായി ജനം, അധികാരികൾ തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പ്രവർത്തിച്ച് അവിടുന്ന് വചനം പ്രഘോഷിക്കാൻ ധൈര്യം തരണമേ എന്ന് അപ്പസ്തോലിക സഭ പ്രാർത്ഥിച്ചപ്പോൾ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിശക്തമായ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടാണ്. ഇത് കെട്ടുകഥയല്ല, ആരുടെയോ ഭാവന വിചാരങ്ങളിൽ വിരിഞ്ഞ കൽപ്പിത കഥകളോ സങ്കല്പ ഭാവനകളോ ഭ്രമകൽപ്പനകളോ മനോവിലാസങ്ങളോ അല്ല. എഴുതപ്പെട്ട വചനത്തിൽ കുറിച്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതെല്ലാം സത്യമാണ്. അതുകൊണ്ട് തിരുസഭ വളരെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കാലത്ത് നിങ്ങളോട് ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഒരു ദിവസം 10 നന്മ നിറഞ്ഞ മറിയം വീതം 10 ലക്ഷം പേർ ചൊല്ലിയാൽ ഒരു ദിവസം 1 കോടി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാൻ കഴിയും. പരിശുദ്ധ കന്യകാ മാതാവ് സഭയുടെ രാജ്ഞിയും മാതാവുമാണ്. അമ്മ സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇടപെടും. പ്രത്യേകമായി നിയോഗം കാഴ്ചവെക്കേണ്ടത് ഭാരത സഭയ്ക്ക് വേണ്ടിയും കേരള സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയോഗത്തിന് വേണ്ടിയുമാണ്. നിയോഗം എന്താണ് എന്ന് ഇപ്പോൾ പങ്കുവെക്കുന്നില്ല.